Today we are discussing meter in poetry. പ്രോസഡിയുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഒരു നോട്ട്ബുക്ക് എപ്പോഴും അടുത്ത് വെക്കണം. അതൊക്കെയാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ശ്രദ്ധിച്ച് നോട്ട് ചെയ്യുക, എഴുതി വെക്കുക. ഫസ്റ്റ് മീറ്റർ സ്പെല്ലിംഗ് നോക്കാം. METRE meter is the British spelling. METER is the American spelling. So both are right. Meter or meter. ആ സ്പെല്ലിംഗ് എപ്പോഴും നോട്ട് ചെയ്യണം. അത് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് എന്ന് കരുതേണ്ടതില്ല. ഓക്കെ, അപ്പോ ഇംഗ്ലീഷിൽ കവിതകളിൽ എപ്പോഴും എന്തായിരിക്കും? ലൈൻ മെട്രിക് ആയിരിക്കും. ഓക്കെ, എ മെട്രിക് ലൈൻ ഈസ് നെയ്മഡ് അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് ഫീറ്റ് കമ്പോസിംഗ് ഓഫ് ഇറ്റ്. അതായത് എ മെട്രിക് ലൈൻ ഈസ് നെയ്മഡ്, ഒരു മെട്രിക് ലൈൻ അതായത് മീറ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു വരിക്ക് പേര് കൊടുക്കുന്നത് അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് ഫീറ്റ് കമ്പോസിംഗ് ഓഫ് ഇറ്റ്. ആ വരിയിൽ എത്ര എന്തുണ്ട് എന്ന് നോക്കിക്കൊണ്ടാണ് ഫുട്ട് അല്ലെങ്കിൽ ഫീറ്റ്, ഫീറ്റിന്റെ എണ്ണം നോക്കിക്കൊണ്ടാണ്. ഫുട്ട് എന്നുള്ളത് സിംഗുലർ ആണ്, ഫീറ്റ് എന്നുള്ളത് പ്ലൂറലാണ്. അപ്പൊ ഒന്നുകിൽ ഫുട്ട് അല്ലെങ്കിൽ ഫീറ്റിന്റെ എണ്ണം നോക്കിക്കൊണ്ടാണ് മെട്രിക് ലൈനിന് നമ്മൾ എന്ത് ചെയ്യാം? പേര് കൊടുക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? മീറ്ററിനെ കുറിച്ച് പറയാം. നോക്കിയോ, മോണോമീറ്റർ. നോക്കിയോ, മോണോമീറ്റർ 1 foot. ഒരു ഫുട്ട് മാത്രമുള്ളെങ്കിൽ അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് മോണോമീറ്റർ. ഓക്കെ, നെക്സ്റ്റ് ഡൈമീറ്റർ. ഹിയർ ഐ ഫോളോ ദ അമേരിക്കൻ സ്പെല്ലിംഗ്. ഓക്കെ, ബ്രിട്ടീഷ് സ്പെല്ലിംഗ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, രണ്ടിലും നമുക്ക് എന്ത് ചെയ്യാം? യെസ്, എഴുതാം. ഡൈമീറ്റർ മീൻസ് 2 feet. ഓക്കെ, 2 ഫീറ്റ് ഉൾക്കൊള്ളുന്ന അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഡൈമീറ്റർ എന്നാണ്. നെക്സ്റ്റ് നോക്കാം, ട്രൈമീറ്റർ. അതൊക്കെ ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി. 3 feet. ഒരു വരിയിൽ 3 ഫീറ്റ് ആണ് ഉൾക്കൊള്ളുന്നതെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ട്രൈമീറ്റർ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, ടെട്രാമീറ്റർ. ടെട്രാമീറ്റർ, ടെട്ര മീൻസ് എന്താണ്? 4 foot, 4 feet. ഒരു വരിയിൽ 4 ഫീറ്റ് ആണ് ഉള്ളത് എങ്കിൽ അത് അറിയപ്പെടുന്ന എന്താണ്? ടെട്രാമീറ്റർ. നെക്സ്റ്റ് പെന്റാമീറ്റർ. ഇങ്ങനെ നോക്കി പോകാം. പെന്റ, ഓൾമോസ്റ്റ് ഓൾ sonnets and 2 poems and the plays of വില്യം ഷേക്സ്പിയർ. അതായത് ഷേക്സ്പിയറിന്റെ എല്ലാ സോണറ്റ്സും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ 2 ലോങ് പോയംസ്, അദ്ദേഹത്തിന്റെ നാടകങ്ങളൊക്കെ തന്നെ എഴുതപ്പെട്ടിരിക്കുന്ന മീറ്റർ പെന്റാമീറ്റർ ആണ്. അപ്പൊ ഷേക്സ്പിയറിന്റെ ഏതൊരു സോണറ്റ് ആവട്ടെ സ്കാൻ ചെയ്യാൻ പറയുമ്പോൾ അതിന്റെ മീറ്റർ നിങ്ങൾ എഴുതി വെക്കേണ്ടത് എന്താണ്? പെന്റാമീറ്റർ ആണ്. അയാംബിക് പെന്റാമീറ്റർ. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പെന്റ മീൻസ് 5. 5 ഫീറ്റ് ഉണ്ടെങ്കിൽ അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് എന്ത്? പെന്റാമീറ്റർ. നെക്സ്റ്റ് നോക്കാം, ഹെക്സാമീറ്റർ. ഹെക്സ മീൻസ് 6 ഫീറ്റ്. ഓക്കെ, ഹെക്സാമീറ്റർ. ഇനി നമുക്ക് എന്താണ്? ഹെപ്റ്റാമീറ്റർ. ഹെപ്റ്റാമീറ്റർ മീൻസ് 7. ഓക്കെ, 7 feet. 7 feet. ലാസ്റ്റ് നോക്കാം നമുക്ക് ഒക്ടേ. ഒക്ടേമീറ്റർ 8 feet. ഇത്രയുമാണ് ഇംഗ്ലീഷിൽ എന്ത് ചെയ്യുക? മെട്രിക് ലൈൻ വരിക. 8 വരെയേ വരുന്നുള്ളൂ. ഓക്കെ, ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. ഇതൊന്ന് കാണാതെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചതിന് ശേഷം ഒന്ന് ബൈ ഹാർട്ട് ആക്കാം. മോണോമീറ്റർ മീൻസ് 1 foot. ഒരു ഫൂട്ട് മാത്രമേ ഉള്ളൂ എങ്കിൽ ദാറ്റ് മെട്രിക് ലൈൻ ഈസ് നോൺ ആസ് അല്ലെങ്കിൽ മോണോമീറ്റർ. ഡൈമീറ്റർ മീൻസ് 2 feet. ഡൈ മീൻസ് 2. 2 ഫീറ്റ് ഉണ്ടെങ്കിൽ അത് അറിയപ്പെടുന്ന ഡൈമീറ്റർ എന്നുള്ളതാണ്. ട്രൈമീറ്റർ മീൻസ് 3 feet. ട്രൈ എന്നുള്ള പിന്നെ അറിയാലോ, ട്രൈ മീറ്റർ മീൻസ് 3 feet.
ടെട്രാമീറ്റർ മീൻസ് 4 feet. 4 feet ആണെങ്കിൽ അത് അറിയപ്പെടുന്നത് ടെട്രാമീറ്റർ ആണ്. പെന്റാമീറ്റർ എപ്പോഴും ഓർമ്മിക്കുക, എപ്പോഴും നിങ്ങൾ കേൾക്കുന്ന ഒന്നായിരിക്കും അയാംബിക് പെന്റാമീറ്റർ. തോമസ് ഗ്രേസ് എലിജി മീൻസ് ഈച്ച് ലൈൻ in the elegy is written in iambic pentameter. Penta means 5. Pentameter means 5 feet. Hexameter means 6 feet. Heptarchy എന്നൊക്കെ ചരിത്രത്തിൽ നിങ്ങൾ കേട്ടു കാണും. Heptarchy, rule of 7 people. Heptarchy. Heptameter means 7 feet. Octameter means 8 feet. അപ്പൊ ഇതാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്, മീറ്റർ. ഇനി നമ്മൾ ഓരോന്നിലേക്ക് നമ്മൾ തിരിച്ചെന്ത് ചെയ്യും, എത്തും. ഓരോ വരി നമ്മൾ സ്കാൻ ചെയ്ത് അനലൈസ് ചെയ്ത് പോകും. ഒന്നുകൂടെ ഓർമ്മിക്കുക. മോണോ മീൻസ് 1, ഡൈ മീൻസ് 2, ട്രൈ മീൻസ് 3, ടെട്ര മീൻസ് 4, പെന്റ മീൻസ് 5, ഹെക്സാ മീൻസ് 6, ഹെപ്റ്റ മീൻസ് 7 ആൻഡ് ഒക്ടേ മീൻസ് 8. The 4 standard feet distinguished in English are. നോട്ട്ബുക്കിൽ അങ്ങനെ തന്നെ എഴുതുക. The 4 standard feet distinguished in English are. ഇംഗ്ലീഷിലുള്ള 4 സ്റ്റാൻഡേർഡ് ഫീറ്റ് ഏതൊക്കെയാണെന്ന് ആണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. The 4 FOUR, the 4 standard feet distinguished in English are. നോട്ട്ബുക്കിൽ എഴുതി വെക്കുക, കാരണം റെക്കോർഡ് ചെയ്യപ്പെട്ടത് ഇത് ഫോണിൽ നിന്നും എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ ഡിലീറ്റഡ് ആയിട്ട് മാറും. 1. Iambic. Its pronunciation is iambic. Iambic. Iam is the noun is. ഇതിന്റെ noun iam എന്നാണ്. Iam. Iambic. Okay. IAMB എന്നാണ് അതിന്റെ noun കൊടുക്കുക. See what is the feature of iambic എന്നുള്ള, എന്താണ് അയാംപിക്കിന്റെ ലക്ഷണം എന്നുള്ള. ഇത് ചിലവര് ഐ എന്നുള്ള എൽ എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ലാംബിക് എന്ന് പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. നോ, ഇറ്റ്സ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഈസ് അയാംബിക്. അയാംബിക്കിന്റെ ലക്ഷണം നോക്കാം. അയാംബിക്കിൽ എൻ അൺസ്ട്രെസ്ഡ് സിലബിൾ, ലുക്ക് ഹിയർ, എൻ അൺസ്ട്രെസ്ഡ് സിലബിൾ ഈസ് followed by an unstressed syllable is followed by a stressed syllable. An unstressed syllable is followed by a stressed syllable. ഇതാണ് ഇതിന്റെ ലക്ഷണം അല്ലെങ്കിൽ സവിശേഷത. നമ്മൾ ഒരു ലൈൻ എടുത്തിട്ട് സ്കാൻ ചെയ്യും. ഓക്കെ, അപ്പോ അയാംബിക് എന്നുള്ളതിന്റെ ലക്ഷണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ an unstressed syllable. സ്ട്രെസ്ഡ് സിലബിൾ, അൺസ്ട്രെസ്ഡ് സിലബിൾ ഒക്കെ തന്നെ നേരത്തെ ഞാൻ ഫൊനറ്റിക്സ് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ പഠിപ്പിച്ചിരുന്നു. അപ്പൊ ഇതിന്റെ ഫീച്ചർ, സവിശേഷത, അയാംബിക്കിന്റെ സവിശേഷത, ലക്ഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ an unstressed syllable is followed by a stressed syllable. ഈ വരിയിൽ വരിക ആദ്യം എന്തായിരിക്കും, ഒരു അൺസ്ട്രെസ്ഡ് സിലബിൾ ആയിരിക്കും. അതിനുശേഷം വരെ എന്തായിരിക്കും പറഞ്ഞിരിക്കുന്നത്, ഒരു സ്ട്രെസ്ഡ് സിലബിൾ ആയിരിക്കും. ഓക്കെ, നിങ്ങൾ പഠിച്ചിരിക്കുന്ന തോമസ് ഗ്രേയുടെ എലിജിയിൽ നിന്നും നമുക്ക് ഒരു വരി എടുത്തു നോക്കാം. നോക്കിക്കോളൂ. ദ കർഫ്യൂ ടോൾസ് the knell of parting day. ഓക്കെ, മിക്കവാറും നിങ്ങൾ പല യൂണിവേഴ്സിറ്റികളിലായതുകൊണ്ട് എലിജി പഠിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മിക്കവാറും എല്ലാ ഡിഗ്രി ഇംഗ്ലീഷ് മെയിന്റെ കോഴ്സിന്റെ ഭാഗമായിക്കൊണ്ട് എന്ത് വരാറുണ്ട്, എലിജി വരാറുണ്ട്. നിങ്ങൾ പഠിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ എബസിന്റെ ഭാഗമാണ് എലിജി. ഡീറ്റെയിൽഡ് ആയിട്ട് കൊണ്ട് പഠിക്കേണ്ടതാണ് തോമസ് ഗ്രേയുടെ എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ചിയാർഡ്. അതിലെ ഫസ്റ്റ് ലൈൻ ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ദ കർഫ്യൂ ടോൾസ് ദ നെൽ ഓഫ് പാർട്ടിംഗ് ഡേ. ഗ്രമാറ്റിക്കൽ ഓർ സ്ട്രക്ചറൽ ഐറ്റംസ് ആർ നോട്ട് സ്ട്രെസ്ഡ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഇത് സ്കാൻ ചെയ്യുമ്പോൾ കണ്ടെത്താനുള്ള ഒരു വരി മാത്രം എടുക്കല്ല, 1, 2, 3 വരികൾ നൽകിയിട്ടുണ്ടെങ്കിൽ ഓരോ വരിയും സൂക്ഷ്മമായി കൊണ്ട് പരിശോധിക്കുക. ഇവിടെ നോക്കാം. ദ
നമ്മൾ ഇതിനെ എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഓരോ ഫുട്ട് ആയിക്കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന നോക്കാം. ദ അൺസ്ട്രെസ്ഡ് സിലബിൾ ആണ്. ദ അൺസ്ട്രെസ്ഡ് സിലബിളിന് ഇങ്ങനെ ഒരു മാർക്ക് കൊടുക്കാം. ഓക്കെ, ദ. ഇനി കർഫ്യൂ, കർഫ്യൂ ലുക്ക് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നു. കർഫ്യൂ, കർഫ്യൂ ഈസ് എ ഡൈസിലബിക് വേർഡ്. കർഫ്യൂ എന്നുള്ള എന്താണ്, 2 സിലബിളുള്ള ഒരു പദമാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. അൺസ്ട്രെസ്ഡ് സിലബിൾ ഈസ് ഫോളോഡ് ബൈ എ സ്ട്രെസ്ഡ് സിലബിൾ. ദ ഓക്കെ, ഫ്യൂ എന്നുള്ള ഡൈസിലബിക്കും മോസ്റ്റ് ഓഫ് ദ ഡൈസിലബിക് വേർഡ്സ്, മിക്കവാറും എല്ലാ ഡൈസിലബിക് വേർഡ്സിലും ഫസ്റ്റ് സിലബിളിനായിരിക്കും എന്ത് വരിക, മിക്കവാറും സ്ട്രെസ് വരിക. ഏതൊഴികെ, വീക്ക് പ്രിഫിക്സ് ഒഴികെ എന്ന് പറഞ്ഞിരുന്നു. അബൌട്ട്, അഗെയിൻ എന്നാണെങ്കിൽ റൂട്ട് വേർഡിനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നു. ഇപ്പൊ കർഫ്യൂ എന്നുള്ളത് ഡൈസിലബിക് ആയതുകൊണ്ട് ഫസ്റ്റ് സിലബിളിൽ നമ്മൾ സ്ട്രെസ് കൊടുത്തു, സെക്കൻഡ് സിലബിൾ അൺസ്ട്രെസ്ഡ്. നെക്സ്റ്റ് ടോൾസ്, അഗെയിൻ സ്ട്രെസ്ഡ് സിലബിൾ. An unstressed syllable is followed by a stressed syllable. Again an unstressed, stressed. The unstressed syllable. Null. Null എന്നുള്ള മോണോസിലബിക് ആണ്. ഓക്കെ, ഇങ്ങനെ തന്നെയാണ് മാർക്ക് ചെയ്യേണ്ടത്. The curfew tolls the knell. Next, off, unstressed. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് പാറ്റിംഗ്. ഇറ്റ്സ് എ ഡൈസിലബിക് വേർഡ്, അതുകൊണ്ടാണ് ഞാൻ ഒരു ചെറിയ ഗ്യാപ്പ് വെച്ച് എഴുതിയിരിക്കുന്നത്. പാറ്റിംഗ്, പാറ്റിംഗ് ഈസ് എ ഡൈസിലബിക് വേർഡ്. സോ ഹിയർ വി മേക്ക് എ ഡിവിഷൻ. സ്ട്രെസ്ഡ്, then again unstressed syllable, day, stressed. Okay, the curfew tolls the knell of parting day. See, how many foot or feet are there? 1, okay, 2, 3, 4 and 5. അപ്പോൾ 5ന് നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്, പെന്റാമീറ്റർ. സോ the line is written in iambic pentameter. തോമസ് ഗ്രേയുടെ ഏത് എലിജിയിലെ ഏത് വരി എടുത്തു കഴിഞ്ഞാലും അത് എഴുതപ്പെട്ടിരിക്കുന്നത് എന്തിലാണ്, അയാംബിക് പെന്റാമീറ്റർ. അപ്പോ അയാംബിക്കിന്റെ ലക്ഷണം, ഫീച്ചർ, സവിശേഷത എന്താണ്, an unstressed syllable is followed by a stressed syllable. അയാംബിക്കിന്റെ ലക്ഷണം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. an unstressed syllable is followed by a stressed syllable. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ഫൂട്ട് എണ്ണി അതിനനുസരിച്ചുകൊണ്ട് മീറ്റർ കൊടുക്കാം. ഇവിടെ 5 ഫീറ്റ് അല്ലെങ്കിൽ 5 ഫൂട്ട് ആയതുകൊണ്ട് 5 അടി ആയതുകൊണ്ട് അതിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേരാണ് പെന്റാമീറ്റർ. സോ the line is written in iambic pentameter. ഷേക്സ്പിയറിന്റെ എല്ലാ സോണറ്റ്സുകളും മിക്കവാറും ഷേക്സ്പിയറിന്റെ നാടകങ്ങളിലെ വരികളെല്ലാം തന്നെ എഴുതപ്പെട്ടിരിക്കുന്ന എന്തിലാണ്, അയാംബിക് പെന്റാമീറ്റർ. ഓക്കെ, അപ്പൊ ക്ലിയർലി അണ്ടർസ്റ്റുഡ്. അയാംബിക്കിന്റെ ലക്ഷണം എന്ത് എന്ന് വ്യക്തമായി കഴിഞ്ഞു. an unstressed syllable is followed by a stressed syllable. അപ്പൊ ഇങ്ങനെ ഒരു വരി തന്നു കഴിഞ്ഞാൽ ആ വരി സൂക്ഷ്മമായിട്ടും സ്കാൻ ചെയ്തതിനു ശേഷം അടയാളപ്പെടുത്തി ഉത്തരം ഏതാണെന്ന് എന്ത് ചെയ്യുക, കണ്ടെത്തുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഫീറ്റ് ഈസ് anapestic. Anapestic. The noun is anapest. All these names are not English, but they are Latin. Okay, Latin-ൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ അതേപടി എന്ത് ചെയ്താണ്, ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവന്നാണ്. Because Latin scholars were who first thought about this meter. മീറ്ററിനെ കുറിച്ച് ആദ്യമായിട്ട് ചിന്തിച്ചതും പഠിച്ചതും ഒക്കെ തന്നെ ലാറ്റിൻ അല്ലെങ്കിൽ ഗ്രീക്ക് സ്കോളേഴ്സ് ആയതുകൊണ്ട് ഈ മീറ്ററിന് അവർ തന്നെയാണ്, അല്ലെങ്കിൽ ഫുട്ട് അല്ലെങ്കിൽ ഫീറ്റ് അതിന് പേര് കണ്ടെത്തിയിരിക്കുന്നത് ഇവർ തന്നെയാണ്, ലാറ്റിൻ സ്കോളേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് അനപ്പേസ്റ്റിക്, ഇംഗ്ലീഷിൽ വേർഡ് മീനിങ് തപ്പിയോണ്ട് കാര്യമില്ല. അനപ്പേസ്റ്റിക് ടെക്നിക്കൽ നെയിംസ് ആണ്. അനപ്പേസ്റ്റിക് എന്നുള്ള അഡ്ജക്റ്റീവ് ആണ്. ദ നൗൺ ഈസ് അനപ്പേസ്റ്റ്. എന്താ
നേരത്തെ അയാംബിക്കിന്റെ ലക്ഷണം നമ്മൾ കണ്ടിരുന്നു. ഈ സെഷൻ അങ്ങ് കഴിയുമ്പോഴേക്ക് ഇത് എന്ത് ചെയ്യണം? അയാംബിക്, അനപ്പേസ്റ്റിക്, ട്രോക്കൈക്ക്, ഡാക്ടിലിക് എല്ലാം വൃത്തിയായിട്ട് പഠിച്ചുകൊള്ളണം. ഓക്കെ, അയാംബിക്കിന്റെ ലക്ഷണം എന്തായിരുന്നു? എൻ അൺസ്ട്രെസ്ഡ് സിലബിൾ ഈസ് ഫോളോവഡ് ബൈ എ സ്ട്രെസ്ഡ് സിലബിൾ. ഇഫ് സോ, അനപ്പേസ്റ്റിക് അല്ലെങ്കിൽ ഈ ഫീറ്റൽ സ്റ്റാൻഡേർഡ് ഫീറ്റിൽ എഴുതുന്ന വരികൾ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്? ടു അൺസ്ട്രെസ്ഡ് സിലബിൾസ് ഫോളോവഡ് ബൈ എ സ്ട്രെസ്ഡ് സിലബിൾ. എഴുതി വെക്കുക. ടു അൺസ്ട്രെസ്ഡ് സിലബിൾസ് ഫോളോവഡ് ബൈ എ സ്ട്രെസ്ഡ് സിലബിൾ. ഇതാണ് അനപ്പേസ്റ്റിക്കിന്റെ എന്ത് ലക്ഷണം. അപ്പൊ മേക്ക് എ കമ്പാരിസൺ ബിറ്റ്വീൻ iambic and anapestic. In iambic, an unstressed syllable is followed by a stressed syllable. But in anapestic, two unstressed syllables are followed by a stressed syllable. റോബർട്ട് ബ്രൗൺ, ഒരു വരി നമുക്ക് നോക്കാം. ദ ഡിസ്ട്രക്ഷൻ ഓഫ് സെന്നാചെരി, ബൈറന്റെ ഒരു വരിയാണ്. ദ ഡിസ്ട്രക്ഷൻ ഓഫ് ഷെന്ന ഷെരീഫ് എന്നുള്ള കവിതയിൽ നിന്നും ലോർഡ് ബൈറൺ എഴുതിയിരിക്കുന്നതാണ്. അതിന്റെ ഒരു വരി നമ്മൾ ഒന്ന് സ്കാൻ ചെയ്ത് എന്ത് ചെയ്യാണ്? വൃത്തൊക്കെ വേർതിരിക്കുകയാണ്. നോക്കിക്കോളൂ. ദ അസീരിയൻ കെയിം ഡൗൺ ലൈക്ക് എ വൂൾഫ് ഓൺ ദ ഫോൾഡ്. ഓക്കെ, ദ ഡിസ്ട്രക്ഷൻ ഓഫ് സെന്നാചെരീബ് എന്നുള്ള പോയം എഴുതിയിരിക്കുന്നത് ലോർഡ് ബൈറൺ ആണ്. ലോർഡ് ബൈറന്റെ ഒരു വരിയാണ് ഇത്. നമ്മൾ എങ്ങനെയാണ് നോക്കുക? സ്കാൻ ചെയ്തുകൊണ്ട് വേർതിരിക്കുന്നത്. ദ ഓക്കെ, അൺസ്ട്രെസ്ഡ് സിലബിൾ. അസീരിയൻ, അസീരിയൻ. ഇറ്റ്സ് എ ട്രൈസിലബിക് വേർഡ്. 3 syllables are there in this word. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അതിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം? ആ, സി. ഹിയർ ആ ഈസ് എ സിലബിൾ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരു സിലബിളിന്റെ കോർ ആയിട്ടുള്ള ഭാഗം അതിലെ വോവലാണ്. കോൺസണൻസ് ആർ മാർജിനൽ എലമെന്റ്സ്. അതായത് ഒരു സിലബിളിൽ ഒരിക്കലും എന്ത് വേണമെന്നില്ല? കോൺസണൻസ് വേണമെന്നില്ല. ഇപ്പൊ സപ്പോസ് ഐ, ഞാൻ, അല്ലെങ്കിൽ ഐ, കണ്ണ് എന്നുള്ള അർത്ഥത്തിൽ ഇതിൽ വവൽ മാത്രമേ ഉള്ളൂ. ഐ, കോൺസണൻസ് ഇല്ല. ഓക്കെ, അപ്പൊ സിലബിളിന്റെ സ്ട്രക്ചർ എപ്പോഴും ഇങ്ങനെയായിരിക്കും. സി, വി, സി എന്നായിരിക്കും. സി indicates consonant, V vowel, C again consonants, and these two C's are put in brackets because they are marginal elements. ഈ രണ്ട് സിയും ബ്രാക്കറ്റിൽ കൊടുക്കാൻ കാരണം അവ മാർജിനൽ ആണ്, നിർബന്ധമല്ല. ബട്ട് വി ഈസ് മാൻഡേറ്ററി. വി എന്താണ്? നിർബന്ധമാണ്. വവൽ ഇല്ലാതെ ഒരിക്കലും എന്തുണ്ടാവില്ല? ഒരു സിലബിൾ ഉണ്ടാവില്ല. പറഞ്ഞു വരുന്നത് ഇവിടെ ആ എന്നുള്ള ഒരു സിലബിൾ ആണ്. ആ, സി, സി നെക്സ്റ്റ് സിലബിൾ. സോ ഇറ്റ് ഈസ് സ്ട്രെസ്ഡ്. Two unstressed syllable is followed by a stressed syllable. Assyria, a diphthong is there. Came, monosyllabic word ആണ്. Came, again unstressed. Down, down, stressed. ഇവിടെ നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ സ്ട്രെസ് കൊടുക്കാനേ പാടില്ല. The Assyrian came down. അതിന് ഒരു ബീറ്റ്, ഒരു റിതം ഉണ്ട്. ആ റിതം വെച്ചുകൊണ്ടായിരിക്കണം ഇംഗ്ലീഷ് പോംസ് ചൊല്ലിപ്പോണ്ട്. ദ അസീരിയൻ കെയിം ഡൗൺ ലൈക്ക് എ വൂൾഫ്. ലുക്ക് ഹിയർ, ലൈക്ക് unstressed wolf. Two unstressed syllables are followed by a stressed syllable. The Assyrian came down like a wolf. Wow. On the fold. On the fold. Again, on unstressed syllable. The unstressed syllable. Fold stressed syllable. അപ്പൊ പെട്ടെന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ all grammatical items are unstressed. അത് ആദ്യം മനസ്സിലാക്കാം. empty words അല്ലെങ്കിൽ structural words മനസ്സിലായില്ലേ? ഗ്രാമാറ്റിക്കൽ ആയിട്ട് വരുന്ന ആർട്ടിക്കിൾസ്, പ്രിപ്പോസിഷൻസ്, ഓക്സിലറീസ്, കൺജങ്ഷൻസ്, ഇന്റർജെക്ഷൻസ് ഇവയ്ക്കൊന്നും തന്നെ സ്ട്രെസ് ഇല്ല. അപ്പൊ നിങ്ങൾക്കൊരു വരിയുടെ തുടക്കത്തിൽ കിട്ടിയിട്ടില്ല എങ്കിൽ മിഡിൽ എവിടെയെങ്കിലും നോക്കിയാൽ, ഇപ്പൊ ഇവിടെ നോക്കുക, ലാസ്റ്റ് ഓൺ ദ. ഓൺ ഈസ് എ പ്രിപ്പോസിഷൻ, സോ ഇറ്റ് ഈസ് നോട്ട് സ്ട്രെസ്ഡ്. ദ ഈസ് എൻ ആർട്ടിക്കിൾ, ഇറ്റ്സ് നോട്ട് സ്ട്രെസ്ഡ്. ഓൺ ദ, അപ്പൊ ടു അൺസ്ട്രെസ്ഡ്. ഫോൾഡ്, ഇറ്റ്സ് എ കണ്ടന്റ് വേർഡ്, സോ ഇറ്റ് ഈസ് സ്ട്രെസ്ഡ്.
ഓക്കെ, അപ്പൊ ഒരു വരി എടുത്ത് സ്കാൻ ചെയ്യുമ്പോൾ ആ വരിയുടെ തുടക്കത്തിൽ കിട്ടിയിട്ടില്ല എങ്കിൽ മൊത്തം അതിനെ ഒന്ന് പഠിക്കുക. അതിനാണുള്ള സ്കാനിങ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സൂക്ഷ്മമായിട്ട് എന്ത് ചെയ്യണം, പരിശോധിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു വരിയെ അനലൈസ് ചെയ്തിരിക്കുന്നു. നോക്കാം. The Assyrian came down like a wolf on the fold. Two unstressed syllables are followed by a stressed syllable. The is an unstressed syllable. A, it is a weak prefix, so it is also unstressed. C, so it is stressed. അപ്പൊ നമ്മൾ ഇത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ the Assi അങ്ങനെയാണ് അത് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. DN came, ഇവിടെ രണ്ടും അൺസ്ട്രെസ്ഡ് ആണ്. DN came down, stressed syllable. Like a wolf, അവിടെ സ്ട്രെസ്ഡ് ആണ്. On the fold. അപ്പൊ ഇവിടെ എത്ര ഫീറ്റ് ഉള്ളത് നോക്കാം. 1, 2, 3 and 4. 4 ഫീറ്റ് ആണെങ്കിൽ അതിന് കൊടുത്തിരിക്കുന്ന പേരെന്തായിരുന്നു, ടെട്രാമീറ്റർ. അപ്പൊ ഈ വരിക്ക് നമ്മൾ എന്താ കൊടുക്കാം, അനപ്പേസ്റ്റിക് ടെട്രാമീറ്റർ. The line is composed in what, anapestic tetrameter. അനപ്പേസ്റ്റിക്കിന്റെ ലക്ഷണം എന്താണ്, 2 അൺസ്ട്രെസ്ഡ് സിലബിൾ ഈസ് ഫോളോഡ് ബൈ എ സ്ട്രെസ്ഡ് സിലബിൾ. ഫുട്ട് പിന്നെ നിങ്ങൾ കൗണ്ട് ചെയ്താൽ മതി. ഇങ്ങനെ വേർതിരിച്ചതിന് ശേഷം 1, 2, 3, 4 എന്നുള്ളതിന് എന്താണ്, ടെട്ര. ഒന്നുകൂടെ ഓർമ്മിക്കാം. ഒരു ഫുട്ട് മാത്രമാണെങ്കിൽ മോണോ, 2 ആണെങ്കിൽ ഡൈ, 3 ആണെങ്കിൽ ട്രൈ, 4 ആണെങ്കിൽ ടെട്ര. 3 വരെ പെട്ടെന്ന് ഓർമ്മിക്കും. മോണോമീറ്റർ, ഡൈമീറ്റർ, ട്രൈമീറ്റർ, tetrameter. So the line is composed in anapestic tetrameter. Okay, clearly understood. The third standard feet in English is trochaic. And the noun is trochee. Trochee എന്നാണ് അതിന്റെ noun. അതിൽ നിന്നും ഒന്നാണ് trochaic. മൂന്നാമത്തെ സ്റ്റാൻഡേർഡ് ഫീറ്റ് എന്താണ്, trochaic. What is the salient feature of the trochaic? A stressed syllable is followed by an unstressed syllable. ഒരു സ്ട്രെസ്ഡ് സിലബിളിന് ശേഷം ഒരു അൺസ്ട്രെസ്ഡ് സിലബിൾ ആയിരിക്കും ട്രോക്കൈക്കിൽ കടന്നു വരിക. അപ്പൊ നമ്മൾ അയാംബിക്കിൽ കണ്ടു, an unstressed syllable is followed by a stressed syllable. ഇത് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അയാംബിക്കിന്റെ ലക്ഷണം എന്താണ്, an unstressed syllable is followed by a stressed syllable. ഇവിടെ നേരെ തിരിച്ചാണ്. A stressed syllable is followed by an unstressed syllable. ഓക്കെ, ഇതിന്റെ എന്ത് ചെയ്യുക, ഫീച്ചർ, സവിശേഷത, ലക്ഷണം എപ്പോഴും എന്ത് ചെയ്യുക, നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. ട്രോക്കൈക്കിന്റെ ലക്ഷണം എന്താണ്, a stressed syllable is followed by an unstressed syllable. ഒരു വരി നമ്മൾ സ്കാൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്, പഠിക്കുകയാണ്. നോക്കാം. They are my 50 men and women. റോബർട്ട് ബ്രൗണിങ്ങിന്റെ വൺ വേർഡ് മോ എന്നുള്ള കാവ്യത്തിൽ നിന്നും എടുത്തിരിക്കുന്ന ഒരു വരിയാണ്. ഓർമ്മിക്കാം. They are my 50 men and women. പ്രൊനൗൺസിയേഷൻ, ഇതിന്റെ പ്രൊനൗൺസിയേഷൻ ഒന്ന് ശ്രദ്ധിക്കണം. വുമൺ എന്നുള്ള സിംഗുലർ ആണ്. പിന്നീട് നമ്മൾ അത് ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ വിമിൻ, വിമിൻ. Women is the correct pronunciation. Okay, നോക്കാം. ഇവ നമ്മൾ ഒന്ന് ചെയ്ത് നോക്കാം. എന്നുള്ള ഇവിടെ എന്താണ്, സ്ട്രെസ്ഡ് സിലബിൾ. അൺസ്ട്രെസ്ഡ് സിലബിൾ. അൺസ്ട്രെസ്ഡ് സിലബിളിന് കൊടുക്കുന്ന മാർക്ക് നോക്കാം. My. മെയിൻ verb ആയിക്കൊണ്ടാണ് ഇവിടെ ആ വന്നിരിക്കുന്നത്. They are my. നെക്സ്റ്റ് നോക്കാം. 50. I have written 50 giving a little gap because these two are 2 syllables. ഇവിടെ ഞാൻ ഒരു ചെറിയ ഗ്യാപ്പ് കൊടുത്താണ് എഴുതിയിരിക്കുന്നത്. ഫിഫ് എന്നുള്ളത് എന്താണ്, ഒരു സിലബിൾ ആണ്. ടി വേണമെങ്കിൽ സിലബിക് ഡിവിഷനിൽ ഇങ്ങനെ വരുത്താം, ഫി. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്, ഫിഫ് ടി. വവൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നേ, കോൺസണന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിന് കുഴപ്പമൊന്നുമില്ല. അഗെയിൻ സ്ട്രെസ്ഡ് സിലബിൾ, അൺസ്ട്രെസ്ഡ് സിലബിൾ. ഓക്കെ, 50. They are my 50. ഇവിടെ ഓർമ്മിച്ചോളാം, കൺഫ്യൂഷൻ വരാൻ പാടില്ല.
50 എന്നുള്ള ഡൈസിലബിക് ആണ്. ഓർമ്മിക്കാം, 50 എന്നുള്ള ഡൈസിലബിക് ആണ്. അതുകൊണ്ട് 50. They are my 50 men and. ഓക്കെ, ഇവിടെ നമ്മൾ കട്ട് ചെയ്തു. men again stressed syllable and unstressed syllable. stressed syllable, men unstressed syllable. women. ഓർമ്മിക്കാം, they are my 50 men and women. അപ്പൊ അതിന്റെ ലക്ഷണം എന്താണ്? ട്രോക്കൈക്കിന്റെ എ സ്ട്രെസ്ഡ് സിലബിൾ ഈസ് ഫോളോവഡ് ബൈ എൻ അൺസ്ട്രെസ്ഡ് സിലബിൾ. ഈസ് ദ സ്ട്രെസ്ഡ് സിലബിൾ, ദേ അൺസ്ട്രെസ്ഡ് സിലബിൾ, stressed syllable, my unstressed syllable, stressed syllable, t unstressed syllable, man stressed syllable and unstressed syllable, we stressed syllable, min unstressed syllable. എത്ര ഫൂട്ട് ഉണ്ട് നോക്കാം. 1 2 3 4 5. 5 ആണെങ്കിൽ എന്താണ്? പെന്റാമീറ്റർ. ഏതാണ്? ട്രോക്കൈക്ക്. അപ്പൊ നമുക്ക് എങ്ങനെ ഒരു how do we conclude? The line is composed in trochaic pentameter. The line is composed of in trochaic pentameter. ട്രോക്കൈക്കിന്റെ ലക്ഷണം എന്താണ്? സ്ട്രെസ്ഡ് സിലബിൾ ഫോളോവഡ് ബൈ അൺസ്ട്രെസ്ഡ് സിലബിൾ. പെന്റ എന്ന് പറയാൻ കാരണം there are 5 feet in the line. ഓക്കെ, ക്ലിയർലി അണ്ടർസ്റ്റുഡ്. അപ്പൊ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. അയാംബിക്കിന്റെ ലക്ഷണം എന്താണ്? അൺസ്ട്രെസ്ഡ് ഫോളോവഡ് ബൈ സ്ട്രെസ്ഡ്. അനപ്പേസ്റ്റിക്കിന്റെ ലക്ഷണം എന്താണ്? 2 അൺസ്ട്രെസ്ഡ് സിലബിൾ ഫോളോവഡ് ബൈ എ സ്ട്രെസ്ഡ് സിലബിൾ. ട്രോക്കൈക്കിന്റെ ലക്ഷണം എന്താണ്? എ സ്ട്രെസ്ഡ് സിലബിൾ ഈസ് ഫോളോവഡ് ബൈ എൻ അൺസ്ട്രെസ്ഡ് സിലബിൾ. ഓക്കെ, the last standard feat in English, that is dactylic. Dactylic. The noun is dactyl. Dactyl എന്നുള്ള നൗണിന്റെ എഡ്ജക്റ്റീവ് ആണ് dactylic. ഡാക്ടിലിക്കിന്റെ ലക്ഷണം എന്താ നോക്കാം. എ സ്ട്രെസ്ഡ് സിലബിൾ ഫോളോഡ് ബൈ 2 അൺസ്ട്രെസ്ഡ് സിലബിൾ. എ സ്ട്രെസ്ഡ് സിലബിൾ ഈസ് ഫോളോഡ് ബൈ 2 അൺസ്ട്രെസ്ഡ് സിലബിൾസ്. ഒരു സ്ട്രെസ്ഡ് സിലബിളിന് ശേഷം 2 അൺസ്ട്രെസ്ഡ് സിലബിൾസ് കടന്നു വരികയാണെങ്കിൽ അതാണ് എന്ത്? ഡാക്ടിലിക്. 2 വരി നോക്കാം. Eve with her basket was deep in the bells and grass. ഇവിടെ നോക്കാം. Eve with her. ആദ്യം നിങ്ങൾ ഓരോ പദത്തിലും എത്ര സിലബിൾ നോക്കാം. Eve സിംഗിൾ സിലബിക്കാണ്, മോണോസിലബിക്കാണ്. വിത്ത് ഒരു സിലബിളിനെ തിരിച്ചറിയാനുള്ള വഴി അതിലെ വവൽ എണ്ണുക എന്നുള്ളതാണ്. ഓൾവേസ് വവൽസ് ആൻഡ് സിലബിൾസ് ആർ ഈക്വൽ ഇൻ നമ്പർ. ഒരു പദത്തില് വവൽസിന്റെ എണ്ണവും സിലബിൾസിന്റെ എണ്ണവും ഏകദേശം എന്തായിരിക്കും? തുല്യമായിരിക്കും. ഈവ് എന്നുള്ളതിൽ ഒറ്റ വവലേ ഉള്ളൂ, ഇ. വിത്ത് എന്നുള്ളതിൽ ഇ, ഒരു സിലബിൾ, ഒരു വവലേ ഉള്ളൂ. ഹ അഗെയിൻ മോണോസിലബിക്. ബാസ്കിറ്റ്, ബാസ്കിറ്റ് 2 സിലബിൾ ഉണ്ട്. ബാസ്കിറ്റ് ഡൈസിലബിക് ആണ്. വാസ് അഗെയിൻ മോണോസിലബിക്. ഡീപ്പ്, ഡീപ്പ് ഒറ്റ വവലേ ഉള്ളൂ, ഇ. ഇൻ മോണോസിലബിക് ആണ്. ദ മോണോസിലബിക് ആണ്. ബെൽസ് മോണോസിലബിക് ആണ്. ആൻഡ് മോണോസിലബിക് ആണ്. ഗ്രാസ് മോണോസിലബിക് ആണ്. നമ്മൾ ഇതിനൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അത് നമ്മൾ ആ ലക്ഷണം എപ്പോഴും നോക്കിക്കൊണ്ടായിരിക്കണം. എ സ്ട്രെസ്ഡ് സിലബിൾ ഈസ് ഫോളോവഡ് ബൈ 2 അൺസ്ട്രെസ്ഡ് സിലബിൾ. ഈവ് സ്ട്രെസ്ഡ് ആണ്, ഓർമ്മിക്കാം. ഈവ് സ്ട്രെസ്ഡ്. വിത്ത് എംപ്റ്റി വേർഡ് ആണ്, അൺസ്ട്രെസ്ഡ്. ഓക്കെ, ഹ pronoun ആണ്, unstressed. Here we make a division. Eve with her. Again basket unstressed, was unstressed. Okay, Eve with her basket was deep stressed, in unstressed, the unstressed. Okay, bells stressed and unstressed, grass unstressed. Okay, Eve with her
basket was deep in the bells and grass. അപ്പൊ ഡാക്ടിലിക്കിന്റെ സവിശേഷത ലക്ഷണം എ സ്ട്രെസ്ഡ് സിലബിൾ ഈസ് ഫോളോഡ് ബൈ ടു അൺസ്ട്രെസ്ഡ് സിലബിൾസ്. ഇതിനെ ഓരോ വരിയായിക്കൊണ്ട് രണ്ട് വരി ഓരോന്നായിട്ട് കൊണ്ട് കാണുകയാണെങ്കിൽ നോക്കാം. 1 foot 2 foot. ഓക്കെ, ഒരു വരിയായിക്കൊണ്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ ഇത് എഴുതിയിരിക്കുന്നത് ഏതാണ്? ദ ലൈൻ ഈസ് കമ്പോസ്ഡ് ഇൻ വിച്ച് മീറ്റർ? ഡൈ ആണ്, മോണോ ഡൈ മീറ്റർ, ഡാക്ടിലിക് ഡൈ മീറ്റർ. The line is composed in dactylic dimeter. ഈ വരി കമ്പോസ് ചെയ്തിരിക്കുന്ന ഏതിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡാക്ടിലിക് ഡൈമീറ്ററിലാണ്. These are the 4 standard feet in English. ഇംഗ്ലീഷില് 4 സ്റ്റാൻഡേർഡ് ഫീറ്റ് ഇതൊക്കെയാണ്. ഏതൊക്കെയാണ് ഒന്നുകൂടെ ഓർമ്മിക്കാം. അയാംബിക്, അനപ്പേസ്റ്റിക്, അതോടൊപ്പം തന്നെ എന്തെന്നുള്ളതാണ് ട്രോക്കൈക്ക്, ദെൻ ഡാക്ടിലിക്. അയാംബിക്കിന്റെ ലക്ഷണം എന്തായിരുന്നു? An unstressed syllable is followed by a stressed syllable. Anapesticന്റെ ലക്ഷണം എന്തായിരുന്നു? An unstressed syllable is followed by a stressed syllable. ഓർമ്മിക്കാം. ഇതെല്ലാം നോട്ട്ബുക്കിൽ വൃത്തിയായിട്ട് എന്ത് ചെയ്തോളണം? എഴുതി വെച്ചോളണം. അപ്പൊ 4 സ്റ്റാൻഡേർഡ് ഫിറ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് അയാംബിക്, മറ്റൊന്ന് എന്താണ് അനപ്പേസ്റ്റിക്, മൂന്നാമത്തെ ട്രോക്കൈക്ക്, നാലാമത്തെ എന്താണ് ഡാക്ടിലിക്. ഈ ഞാൻ പറഞ്ഞു തന്നിരിക്കുന്ന ഓരോ വരിയും നോട്ട്ബുക്കിൽ എഴുതി അങ്ങനെ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് വീണ്ടും വീണ്ടും എന്ത് ചെയ്യുക? ആവർത്തിച്ചു നോക്കുക. ഓക്കെ, ഇനി ഈ ഇതില് എന്താണ് ഡിവിഷനിലോ അല്ലെങ്കിൽ സിലബിൾസിലോ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ചോദിക്കാം. ഓക്കെ, ഐ വിൽ ക്ലാരിഫൈ ഇറ്റ്.